ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ നെക്സ്റ്റ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ IA-16 ബാലൻസ് ആയിട്ടുള്ള റീവാലുവേഷൻ ലോസ്, അതായത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തത് റീവാലുവേഷൻ ഗെയിൻ വന്നാൽ എന്ത് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഈ റീവാലുവേഷൻ ലോസ് വന്നാൽ എന്താ ചെയ്യാമെന്ന് നോക്കാം. അതേപോലെ ഡിസ്പോസൽ ഓഫ് NCA, അതുപോലെ ഡിസ്മാൻഡിൽ, ഈ 3 ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യം റീവാലുവേഷൻ ലോസ് വരുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. ഓൺ 1st January പർച്ചേസ്ഡ് എ മെഷീൻ, കോസ്റ്റ് ഓഫ് 1,21,500, യൂസ്ഫുൾ ലൈഫ് 10 years ആണ്. അതുപോലെ റെസീഡിയൽ വാല്യൂ 21,500 അതേപോലെ തന്നെ 31st December ആദ്യത്തെ വർഷം നമ്മൾ റീവാല്യൂ ചെയ്തപ്പോൾ വില 1,12,500 പിന്നെ രണ്ടാമത്തെ വർഷം റീവാല്യൂ ചെയ്തപ്പോൾ 1,01,889. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സാധാരണ പോലെ തന്നെ നമ്മൾ ഇനീഷ്യൽ കോസ്റ്റ് എഴുതുക, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക, അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ച് ക്യാരിങ് എമൗണ്ട് സെയിം ആസ് റീവാലുവേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീവാലുവേഷൻ അവിടെ ഒരു ഗെയിൻ വരെയാണ്, അത് സർപ്ലസ് വരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ SOPയിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് 10,000 കാണിക്കാം, OCAയിൽ റീവാലുവേഷൻ സർപ്ലസ് 1,000 കാണിക്കാം, SOFPയിൽ PPE 11, അതായത് 1,12,500 കാണിക്കാം. അതിൽ റീവാലുവേഷൻ സർപ്ലസ് OC അതർ കമ്പോണൻ്റ് ഓഫ് ഇക്വിറ്റിയിൽ നമ്മൾ 1,000 കാണിക്കാം. ഓക്കെ, ഇനി ആ ടൈമിൽ തന്നെ അടുത്ത വർഷം നമ്മൾ പിന്നീട് റീവാല്യൂ ചെയ്യണം. അതായത് അടുത്ത വർഷത്തിൽ ഓപ്പണിങ് കഴിഞ്ഞ ദിവസത്തെ റീവാല്യൂ ചെയ്ത എമൗണ്ട്, ഡിപ്രീസിയേഷൻ, പുതിയ ഡിപ്രീസിയേഷൻ വരും നമ്മൾ കണ്ടുപിടിക്കുക. അതുപോലെ ക്യാരിങ് എമൗണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നത് 1,02,389 വരെയാണ്. പക്ഷേ റീവാല്യൂ ചെയ്തപ്പോൾ വില കുറഞ്ഞു. അവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറഞ്ഞു. പല കാരണം കൊണ്ടാവട്ടോ വില കുറയാം. അതേപോലെ വില കുറഞ്ഞ് കഴിയുമ്പോൾ എത്രയായി? 1,01,889, അതായത് 500 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഈ 500 രൂപ നമുക്കവിടെ ലോസാണ് തന്നെ, റീവാല്യൂ ലോസാണ്. പക്ഷെ നമ്മൾ നേരത്തെ ഇതിനകത്ത് ഗെയിൻ വന്നു, അൺറിയലൈസ്ഡ് ആണെന്ന് പറഞ്ഞു, അത് നമ്മൾ എടുക്കില്ല. പക്ഷേ ഏത് ലോസ് ആണെങ്കിലും നമുക്കത് റിയലൈസ്ഡ് ആണ്, നമ്മളത് കാണിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ കഴിഞ്ഞ വർഷം നമുക്കൊരു ഗെയിൻ ഉള്ളത് കൊണ്ടാരണം ആ ഗെയിനിനോട് ഈ ലോസ് സെറ്റ് ഓഫ് ചെയ്യും. അതായത് 31st December നമുക്കതിൻ്റെ ഇത് നോക്കാം. ഡിപ്രീസിയേഷൻ 10,000, OCAയിൽ റീവാലുവേഷൻ സർപ്ലസിൽ -500, അതായത് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 500 കുറഞ്ഞു. നമ്മുടെ ഉണ്ടായിരുന്ന റീവാലുവേഷൻ എമൗണ്ടിൽ നിന്ന് കുറഞ്ഞു. അത് കുറയ്ക്കണ ശരിക്കും നമ്മൾ ഇക്വിറ്റിയിലുള്ള റീവാലുവേഷൻ സർപ്ലസിലാണ് കുറയ്ക്കണേ. പക്ഷേ ഇക്വിറ്റിയിൽ എന്ത് കാണിച്ചാലും അത് നമ്മൾ OCA കാണിക്കും. ഇക്വിറ്റിയിൽ 500 കുറഞ്ഞപ്പോൾ അവിടെ -500 കാണിച്ചു. ഓക്കെ, അതേപോലെ തന്നെ PPEയിൽ 1,00,000, അതായത് നമ്മൾ റീവാല്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് കാണിക്കുക. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 500 അല്ല, നമ്മൾ റീവാല്യൂ ചെയ്തപ്പോൾ കുറച്ചും കൂടി കുറഞ്ഞു, 1,889. അപ്പോൾ നമുക്ക് റീവാലുവേഷൻ ലോസ് തന്നെ 1,500 രൂപയെന്ന് വയ്ക്കുക. സെയിം ക്വസ്റ്റ്യൻ തന്നെ, അതിനകത്ത് ജസ്റ്റ് റീവാല്യൂ ചെയ്തപ്പോഴുള്ള എമൗണ്ട് ഇച്ചിരി കൂടിയും കുറഞ്ഞു. നമുക്ക് റീവാലുവേഷൻ ലോസ് വന്നത് 1,500 രൂപയാണെന്ന് കരുതുക. ഈ 1,500 രൂപയാണെന്ന് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 31st December 2021 നമ്മുടെ ഇത് നോക്കുമ്പോൾ ഡിപ്രീസിയേഷൻ 10,000. ഇതിന് പക്ഷേ നമുക്ക് ഈ 1,500-ൽ 1,000 നമുക്ക് വേണമെങ്കിൽ സെറ്റ് ഓഫ് ചെയ്ത് കളയാം, റീവാലുവേഷനിലുണ്ട്. പക്ഷേ 500 അപ്പം നമ്മൾ ലോസായിട്ട് കാണിക്കണം. 500 കൂടുതലാണ്, എക്സസ് ആണ്. ഈ എക്സസ് എമൗണ്ട് നമ്മൾ ലോസായിട്ട് കാണിക്കണം. SOPയിൽ എക്സ്പെൻസ് ആയിട്ട്, റീവാലുവേഷൻ ലോസായിട്ട് കാണിക്കാം. എന്നിട്ട് SOFPയിൽ PPEയിൽ 1,02,389 തന്നെ കാണിക്കാം. നമ്മൾ റീവാല്യൂ ചെയ്തപ്പോൾ എമൗണ്ട് കാണിക്കുക. PPEയുടെ റീവാല്യൂ ചെയ്തപ്പോൾ എമൗണ്ട് 1,08,889 കാണിക്കുക. പക്ഷെ റീവാലുവേഷൻ സർപ്ലസ് അപ്പോൾ 0 ആവും. കാരണം എന്താ? നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു, അവിടെ ഇനി ഒറ്റ എമൗണ്ട് ഇല്ല. അത്രയാണുള്ളൂ. പിന്നെ ഇവിടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ റീവാലുവേഷൻ ഈ ഇപ്പം നമ്മൾ ചെയ്ത എല്ലാത്തിൽ ഇയർ എൻഡിലാണ് നമ്മൾ നോക്കിയത്. പക്ഷേ ഇയർ എൻഡിൽ തന്നെ വന്നില്ല റീവാലുവേഷൻ. ചിലപ്പോൾ ഏത് മന്തിൽ വേണമെങ്കിലും ആവാട്ടോ. അപ്പോൾ അതനുസരിച്ച് ആ സമയത്ത് ഡിപ്രീസിയേഷൻ മാറും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 6 months ഡിപ്രീസിയേഷൻ വരുന്നത്. അപ്പോൾ 6 months ഡിപ്രീസിയേഷൻ വരികയെന്ന് വെച്ച് കഴിയുമ്പോൾ ആദ്യത്തെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് പിന്നെ റീവാലുവേഷൻ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ 6 മാസം കണ്ടുപിടിച്ചിട്ട് ഈ 2 ഡിപ്രീസിയേഷൻ നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ എഴുതണം. ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എഴുതണം. അങ്ങനെ ചിലപ്പോൾ റീവാല്യൂ ചെയ്യണം, അല്ലെങ്കിൽ മേടിച്ചാണ് ചിലപ്പോൾ ഇയറിൻ്റെ പാതിക്ക് വെച്ചായിരിക്കും. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അനുസരിച്ച് വേണം ഡിപ്രീസിയേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഈ ഒരു പോർഷനിൽ. ഇനി അടുത്ത് ഡിസ്പോസൽ ഓഫ് NCA, അതായത് NCA നമ്മൾ വിൽക്കാണ്. നോൺ കറണ്ട് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത അസറ്റ് നമ്മൾ വിൽക്കാണ്. നമ്മൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ വെച്ചാണ് പറയണത്. അപ്പോൾ ഇതിനകത്ത് 1st January 2020 പർച്ചേസ്ഡ് എ മെഷീൻ, കോസ്റ്റ് ഓഫ് 1,21,500, യൂസ്ഫുൾ ലൈഫ് 10, റെസിഡ്യൂൽ വാല്യൂ 21,500. അതേപോലെ തന്നെ മെഷീൻ റീവാല്യൂ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്.
എത്ര 1,10,000 രൂപയ്ക്ക് രണ്ടാമത്തെ വർഷം ഒക്ടോബറിലാണ് നമ്മൾ ഡിസ്പോസ് ചെയ്തത്. ഇനി കാൽക്കുലേഷൻ നോക്കാം. ഇനീഷ്യൽ ഫസ്റ്റ് ജനുവരിയിൽ വില ഡിപ്രീസിയേഷൻ കണ്ടിട്ടുണ്ട്, നമ്മൾ കുറയ്ക്കുക 10,000. ഇപ്പോൾ ക്യാരിങ് എമൗണ്ട് 1,11,500. നമ്മൾ റീവാല്യൂ ചെയ്തു 1,12,500. അപ്പോൾ 1,000 റീവാലുവേഷൻ സർപ്ലസ്. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ കൊല്ലം ഇനീഷ്യൽ കോസ്റ്റ് അറ്റ് ഫസ്റ്റ് ജനുവരി 2021 1,12,500. ഇനി ഡിപ്രീസിയേഷൻ നമ്മൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 9 മാസമായപ്പോൾ നമ്മൾ വിൽക്കാണ്. അപ്പോൾ 9 മാസത്തെ എന്ത് മതി, ഡിപ്രീസിയേഷൻ കണ്ടാൽ മതി. കാരണം 9 മാസം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ അസറ്റ് ഇല്ല, 9 മാസത്തിൽ നമ്മൾ വിൽക്കുക ചെയ്താണ്. അപ്പോൾ 9 മാസം വരെയുള്ള ഡിപ്രീസിയേഷൻ കാണാം. ആ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് നമ്മൾ ഒക്ടോബർ 2021 ഫസ്റ്റ് ഒക്ടോബർ 2021 ക്യാരിങ് എമൗണ്ട് കണ്ടുപിടിക്കുക. ക്യാരിങ് എമൗണ്ട് കണ്ടുപിടിച്ച് നമ്മൾ എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് നോക്കാം. നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റത്, 1,10,000 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ എന്താണ്, വില കൂടുതലാണ്. നമ്മൾ വിറ്റ വില കൂടുതലല്ല, നമ്മൾ നിലവിലുള്ള വിലയേക്കാളും നമ്മൾ വിറ്റ വില കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഗെയിനാണ് കിട്ടുന്നത്. അപ്പോൾ ഗെയിൻ ഓൺ ഡിസ്പോസൽ എത്രയാണ്, 5,083. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 31 December 2021 SOPയിൽ ഡിപ്രീസിയേഷൻ കാണിക്കാം. നമ്മൾ 9 മാസം ഡിപ്രീസിയേഷൻ കാണിക്കാം. എന്നിട്ട് ഗെയിൻ ഓൺ ഡിസ്പോസൽ നമ്മൾ വിറ്റപ്പോൾ തന്നെ ഗെയിൻ കാണിക്കാം. SOPയിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PPE ചെയ്താൽ നമ്മൾ വിറ്റു, അപ്പം ഇനി അവിടെ അസറ്റ് ഇല്ല, അതുകൊണ്ട് അസറ്റ് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ റീവാലുവേഷനിൽ കഴിഞ്ഞ വർഷത്തെ റീവാലുവേഷൻ്റെ ഒരു 1000 കിടക്കുന്നുണ്ട്. നമ്മൾ SOPയിൽ എന്ത് കാണിക്കും, കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളും കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇക്വിറ്റിയിൽ നമ്മൾ റീവാലുവേഷൻ സർപ്ലസിലാണ് ഈ 1000 കാണിച്ചിട്ടിരുന്നത്. ഇപ്പം അവിടെ അസറ്റ് ഇല്ല, അതുകൊണ്ട് റീവാലുവേഷൻ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ എവിടെ കാണിക്കാം, റിട്ടേൺഡ് ഏർണിങ്സിൽ കാണിക്കണം 1000 രൂപ. ഇവിടെ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് ഈ റിട്ടേൺഡ് ഏർണിങ്സിൽ കാണിക്കണം. അതേപോലെ തന്നെ എത്ര മാസമാണ് എടുത്താണ്, അതുപോലെ പിന്നെ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ SOPയിൽ അസറ്റിൻ്റെ വാല്യൂ കാണിക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ നോക്കേണ്ടതാണ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിസ്മാൻഡിലിംഗ് ആണ്. ഡിസ്മാൻഡിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ഒരു കോസ്റ്റ് വരികയാണ്. അതായത് ഇപ്പോൾ ഒരു അസറ്റ് നമ്മൾ വാങ്ങിച്ച് ആ അസറ്റ് അവസാനം ആ അസറ്റിൻ്റെ എക്സ്പയറി, അതായത് അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ സമയത്ത് നമുക്ക് ആ അസറ്റ് അവിടെ നിന്ന് നീക്കം ചെയ്യണം. ഒന്നിൽ പൊളിച്ച് മരുന്നിലെ നശിപ്പിച്ച് കളയണം. അതിന് നമുക്കൊരു എക്സ്പെൻസ് വരാണ്, ഒരു എക്സ്ട്രാ എക്സ്പെൻസ് വരാണ്. ഈ എക്സ്പെൻസ് വരുന്നതുകൊണ്ട് ആ എക്സ്പെൻസ് നമ്മൾ അസറ്റിൻ്റെ വാല്യൂൻ്റെ കൂടെ കാണിക്കണം. അപ്പോൾ ഇത് ഈ വില ഈ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വന്നതല്ല, ഭാവിയിൽ വന്നതാണ്, ഫ്യൂച്ചറിൽ വന്നതാണ്. പക്ഷേ ഇപ്പം നമ്മളതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണോ അത്രയാണ് നമ്മൾ അസറ്റിൻ്റെ വിലയുടെ കൂടെ കാണിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ പറഞ്ഞത്, ഓൺ ഫസ്റ്റ് ജനുവരി 2020 എ കമ്പനി പർച്ചേസ്ഡ് എ മൈനിങ് ലാൻഡ് ഓഫ് കോസ്റ്റ് 100 billion. 100 million ഒരു മൈനിങ് ലാൻഡ് പർച്ചേസ് ചെയ്യാണ്. അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് 5 years ആണ്. എ കമ്പനി ലീഗൽ ടു ഡിസ്മാൻഡിൽ ദ ലാൻഡ് ആഫ്റ്റർ 5 years ബൈ ക്ലീനിങ് ദ ലാൻഡ് ആൻഡ് പ്ലാന്റ് ട്രീസ്. അതായത് നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതുണ്ട്, ലീഗൽ ഇതുണ്ട്, ഡിസ്മാൻഡിൽ ചെയ്യണം. ഈ ലാൻഡ് ക്ലീൻ ചെയ്തിട്ട് അവിടെ ട്രീസ് വെച്ച് കൊടുക്കണം. നമുക്കങ്ങനെ ഒരു ലീഗൽ ഡിസ്മാൻഡിൽ ഇതുണ്ട്. ഇനി എസ്റ്റിമേറ്റഡ് ഡിസ്മാൻഡിൽ കോസ്റ്റ് 10 million. അതായത് ഈ ഫ്യൂച്ചറിൽ ഇത് ഡിസ്മാൻഡിൽ ചെയ്യണതിന് നമുക്ക് വേണ്ട ചാർജ് എന്ന് പറഞ്ഞാൽ 10 million ആണ്. ഇപ്പോൾ തന്നെയല്ല, 5 വർഷം കഴിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഡിസ്കൗണ്ട് ഫാക്ടർ ഈസ് ഈക്വൽ ടു 10%. നമുക്ക് ഈ ഡിസ്കൗണ്ട് ഫാക്ടർ ഉണ്ട്, ഈ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1/1 + R/n എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ R എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഫാക്ടറാണ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 million ഇവിടെ. അപ്പോൾ ഇവിടെ 10 million ഇൻറ്റു 1/1 + 0.10, അതായത് 10% റേസ് ടു 5. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 6.21 million കിട്ടും. ഈ 6.21 million എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം കഴിഞ്ഞ് നമുക്ക് വന്ന എക്സ്പെൻസ് 10 ആണ്. അതിൻ്റെ നിലവിൽ ഇപ്പോൾ ഉള്ള നമ്മൾ ലാൻഡ് വാങ്ങിച്ച ടൈമിലുള്ള വിലയാണ്. ഇനി ഈ വില എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാൻഡ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ അവിടെ ഡിസ്മാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലാൻഡ് വാങ്ങിച്ചത് കൊണ്ടാണ് നമുക്കവിടെ ഡിസ്മാൻഡിൽ എന്ന് പറഞ്ഞ എക്സ്പെൻസ് വന്നത്. അതുകൊണ്ട് ഈ എക്സ്പെൻസ് നമ്മൾ എന്തിൻ്റെ കൂടെ കാണിക്കണം, ലാൻഡിൻ്റെ വിലേൻ്റെ കൂടെ കാണിക്കണം. ഇനി ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാൻഡിൻ്റെ വില കാണുമ്പോൾ നിലവിലുള്ള 100 million പ്ലസ് ഈ 6.21 ആഡ് ചെയ്യണം. അപ്പോൾ ആ ലാൻഡിൻ്റെ മൊത്തം വില എത്രയാണ്, 106.21. ഇനി നമ്മളെന്താ സാധാരണ പോലെ ഇനി ഡിപ്രീസിയേഷൻ കാണാം. ഡിപ്രീസിയേഷൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
ഈ ലാൻഡിൻ്റെ മൊത്തം എമൗണ്ട്, അതായത് ഡിസ്മാൻഡിലെ എമൗണ്ട് കൂടെ ഉള്ള എമൗണ്ട് വെച്ച് നമ്മൾ ഡിപ്രീസിയേഷൻ കാണും. /5 നമ്മൾ ഡിപ്രീസിയേഷൻ 21.24. അപ്പോൾ ക്യാരിങ് എമൗണ്ട് എത്രയാണ്? സെയിം ആസ് എന്താ ഇനീഷ്യൽ എമൗണ്ടിൽ നിന്ന് മറ്റേ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ ക്യാരിങ് എമൗണ്ട് കിട്ടും 84.97. ഓൺ 1st January 2020 ഓപ്പണിംഗ് ലയബിലിറ്റി, അതായത് നിലവിൽ നമുക്ക് പറഞ്ഞാൽ ഈ ഡിസ്മാൻഡിൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലയബിലിറ്റിയാണ്. ഭാവിയിൽ വന്ന നമ്മുടെ എക്സ്പെൻസ് നമുക്കിപ്പോൾ ഭാവിയിൽ വന്ന എക്സ്പെൻസാണ്. അപ്പോൾ ഇപ്പം നമുക്കതൊരു ലയബിലിറ്റിയാണ്. എന്തായാലും വരുമെന്ന് ഉറപ്പാണ്, നമുക്കറിയാം ഇത്ര എമൗണ്ടാണ് ഭാവിയിലാണ് വരുന്ന ടൈമും അറിയാം, എത്ര എമൗണ്ട് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? നമുക്കൊരു ലയബിലിറ്റിയാണ്. ഇനി ഇവിടെ മണി വാല്യൂവിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ടാണ് നമ്മൾ, അതായത് മൂല്യം കുറയാനുസരിച്ചാണ് നമ്മളിത് പ്രസൻറ്റ് വാല്യൂയിലോട്ട് മാറ്റിയത് ഇതിനെ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വർഷാവർഷം കഴിയുന്തോറും ഇതിനെ ഫ്യൂച്ചർ വാല്യൂയിലോട്ട് മാറ്റണം. അതായത് ഡിസ്കൗണ്ട് ഫാക്ടർ കൂട്ടി പോകണം. അതായത് കൂട്ടുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ക്ലോസിംഗ് വാല്യൂ കിട്ടുക. അപ്പോൾ ഓപ്പണിംഗ് വാല്യൂ ആണ് 6.21. അതായത് 1st January ഓപ്പണിംഗ് നമുക്ക് ലൈബിലിറ്റി എത്രയാണ്? 6.21. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻസ് കോസ്റ്റ് കൂട്ടണം. അതായത് ഇതിൻ്റെ 10% നമ്മൾ കൂട്ടുക. അതായത് 6.21ൻ്റെ 10% 0.621 കൂട്ടുക. ഓൺ 31st December 2020 ക്ലോസിംഗ് ഡിസ്മാൻഡിൽ ലൈബിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ എത്രയാവും? അതായത് നിലവിലുണ്ടായ ഓപ്പണിംഗ് പ്ലസ് 10% കൂട്ടുമ്പോൾ 6.831 കിട്ടും. അതാണ് നമ്മുടെ എന്ത് ക്ലോസിംഗ് ആയിട്ടുള്ള ഡിസ്മാൻഡിൽ ലൈബിലിറ്റി. ഇനി നമ്മൾ ഈ കണക്കിൽ കാണിക്കുമ്പോൾ, അതായത് എന്താ FSൽ എങ്ങനെ കാണിക്കുക? 31st December 2020 SOPയിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എത്രയാണ്? 21.24. ഫിനാൻസ് കോസ്റ്റ് 0.621. അസറ്റിൻ്റെ വില 94.97. ലയബിലിറ്റി ഡിസ്മാൻഡിൽ ലയബിലിറ്റി 6.831. ഈ ഡിസ്മാൻഡിലിൻ്റെ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ വന്ന ചോദ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡിസ്മാൻഡിൽ വണ്ടി അങ്ങനെയൊക്കെ പറയാം നമുക്ക്. പക്ഷേ അസറ്റിൻ്റെ വില തന്നിട്ടുണ്ടാവില്ല, അസറ്റിൻ്റെ വില വേണമെങ്കിൽ ഇല്ലായിരിക്കും. അപ്പോൾ നമുക്ക് അസറ്റിൻ്റെ വില എത്ര എടുക്കണം? ഈ ഡിസ്മാൻഡിലിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും അസറ്റിൻ്റെ വില. അതേപോലെ തന്നെ എന്നിട്ട് ബാക്കി ചെയ്യുക. അപ്പോൾ എന്താ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക, അസറ്റിൻ്റെ വിലയായിട്ട് എത്ര കൊടുക്കുക, ഈ ഡിസ്മാൻഡിലിന് പ്രസൻറ്റ് വാല്യൂ കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അതായത് ഈ ഡിസ്മാൻഡിലിൻ്റെ ഒരു ഓപ്ഷൻ വന്നതുകൊണ്ട് നമ്മുടെ SOPയിൽ ഉണ്ടായ മാറ്റം ചേഞ്ചസ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്താ ചേഞ്ചസ് ഉണ്ടായി? ഇവിടെ എന്താ ഡിസ്മാൻഡിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നാൽ നമ്മുടെ ഡിപ്രീസിയേഷൻ കൂടി, അതുപോലെ ഫിനാൻസ് കോസ്റ്റ് കൂടി. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നത് എപ്പോഴാണ്? ഈ ഡിസ്മാൻഡിൽ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഡിസ്മാൻഡിൽ ഇല്ല, അപ്പോൾ അവിടെ ഇല്ല. അതേപോലെ ഡിപ്രീസിയേഷൻ കൂടില്ല. ഡിപ്രീസിയേഷൻ നേരത്തെ എത്ര ഉണ്ടാവുക? ഡിസ്മാൻഡിൽ ഇല്ലെങ്കിൽ 100/5 ചെയ്യുമ്പോൾ 20 അവിടെ വരുള്ളൂ. 1.24 എന്താണ്? ഇത് ഡിസ്മാൻഡിൽ വന്നതുകൊണ്ട് കൂടിയ എമൗണ്ടാണ്. അപ്പോൾ ആ ഒരു ചെറിയ കൂട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര ഉള്ളൂ. ഇതുപോലെ IAS 16 നമ്മുടെ കഴിയാണ്. ഇനി അടുത്ത സ്റ്റാൻഡേർഡായിട്ട് ഇനി